ജനക്കൂട്ടം. റെക്കോർഡിംഗ് സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്ത് നമ്മുടെ മുതിർന്ന നേതാക്കൾ നടത്തിയ പ്രഭാഷണങ്ങളുടെയും സംവാദങ്ങളിലെ അവരുടെ ഉജ്ജ്വലമായ പ്രകടനങ്ങളും കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത പല ആളുകളും ഈ ആധുനിക തലമുറ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് പലപ്പോഴും അവർ കാണുന്ന പ്രഭാഷകരുടെ പ്രഭാഷണം കേൾക്കുവാനാണ് ആളുകൾ കൂടുന്നത് എന്ന്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്നത്തെ പ്രഭാഷകരെക്കാളും കഴിവും പാണ്ഡിത്യവുമുള്ള ഒരുപാട് പ്രഗത്ഭ പണ്ഡിതരും പ്രഭാഷകരും ഇതിനു മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അവരെ സ്വീകരിക്കുവാൻ ജനങ്ങളോ വരവേൽക്കുവാൻ സംഘാടകരോ പ്രസംഗിക്കുവാൻ വേദികളോ യാത്ര ചെയ്യുവാൻ വാഹനങ്ങളോ ഭക്ഷണമൊരുക്കുവാൻ മത്സരങ്ങളോ അന്തിയുറങ്ങുവാൻ ഇടങ്ങളോ ഇല്ലായിരുന്നു. ഭക്ഷണം പോയിട്ട് ദാഹിച്ചു വലഞ്ഞാൽ പോലും ഒരിട്ട് ജലം കൊടുക്കരുത് എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും മരിച്ചപ്പോൾ അവരുടെ മയ്യത്തടക്കാൻ പള്ളി അധികാരികൾ അനുവാദം നൽകാത്തതിൻ്റെ പേരിൽ മയ്യത്തുകൾ അനുവാദം ലഭിക്കുന്നത് വരെ കാത്തുകെട്ടി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഊരുവിലക്ക് കാരണം അവരിൽ പലരുടെയും വിവാഹങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. പലരും മർദ്ദനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അർദ്ധരാത്രി വീട്ടിലെത്തി തൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചൊട്ട കാരണം കൊണ്ട് മാത്രമാണ് വാപ്പാക്ക് നിങ്ങളെ കാണുവാൻ കഴിഞ്ഞത് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം അവർ അള്ളാഹുവിന് വേണ്ടി സഹിച്ചു. കാൽനടയായും കാളവണ്ടിയിലും യാത്ര ചെയ്തും പട്ടിണി കിടന്നും വഴിയോരങ്ങളിൽ അന്തിയുറങ്ങിയും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയും സമൂഹത്തിൻ്റെ വെറുപ്പും നാനാതരം പീഡനങ്ങളും സഹിച്ച് സത്യത്തിൻ്റെ പാതയിലൂടെ തഖ്വയുടെ പാതയുമായി നടന്നു നീങ്ങിയവർ, സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കരകയറ്റുവാൻ ശ്രമിച്ചവർ, തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ കാത്തു നിൽക്കാതെ തങ്ങളോടൊപ്പം ആരുണ്ട് എന്ന് സർവേ നടത്താതെ തൗഹീദിൻ്റെ സത്യത്തിൻ്റെ മുഖം ലോകത്തിന് വെളിച്ചമാക്കാൻ വേണ്ടി സർവസ്വവും സമർപ്പിച്ചവർ, മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ആ മുതിർന്ന നേതാക്കൾ ആ പടുത്തുയർത്തി അവരുടെ കണ്ണുനീരിലും ധീരതയിലും ആത്മാർത്ഥതയിലും പടുത്തുയർത്തിയ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാഷകർ പ്രസംഗിക്കുന്നത്. പ്രസംഗവേദികളിലേക്ക് ആളുകൾ കയറുമ്പോൾ 1000 വട്ടം അവർ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കാതെ പോയതാണ് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ പിളർപ്പിലെത്തിച്ചത്. കുറ്റിച്ചിറ, കുറ്റിപ്പുറ മുതലായ ഒട്ടേറെ സംവാദങ്ങളിൽ നമ്മുടെ മുതിർന്ന നേതാക്കൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേടിത്തന്ന മഹത്തായ വിജയത്തിൻ്റെ പാതയിലെ വളരെ വളരെ വിദൂരമായ ഒരു വരമ്പത്തെങ്കിലും ഇന്നത്തെ പ്രഭാഷകർക്ക് നിൽക്കുവാൻ കഴിഞ്ഞാൽ അത് മഹത്തായ ഒരു അനുഗ്രഹമായി കരുതേണ്ടിയിരിക്കുന്നു. ഈ മഹാന്മാരായ നേതാക്കളെയും പ്രവർത്തകരെയും നാം സ്മരിക്കണം. അവരെ മഹാന്മാരാക്കാനല്ല, അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കാനല്ല, അവരോട് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമുള്ള പച്ചയായ ആ മനുഷ്യരെല്ലാം ത്യജിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊണ്ടില്ലേ, അത് മനസ്സിലാക്കി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുവാൻ ഇസ്ലാമിനെയും ദൈവവിശ്വാസികളെയും വിമർശിച്ച് നടന്ന കാലഘട്ടത്തിൽ മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി വിമർശിക്കണമെന്ന് സ്നേഹപൂർവ്വം ഒരാൾ എന്നോട് അപേക്ഷിച്ചപ്പോൾ ആദ്യമായി ഞാൻ മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് ഒരു സ്രഷ്ടാവുണ്ടോ ഇല്ലയോ എന്നായിരുന്നു. സ്രഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അടുത്തതായി ഞാൻ അന്വേഷിച്ചത് യഥാർത്ഥത്തിലുള്ള ദൈവിക മതം ഏത് എന്നായിരുന്നു. 100% അത് ഇസ്ലാമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച് ഞാൻ ഹൃദയം തുറന്ന് ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ചത്. അടുത്തതായിട്ട് ഞാൻ അന്വേഷിച്ചത് ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന ഏതാണ് മഹത്തായ പ്രസ്ഥാനം ഏത് എന്നതായിരുന്നു. കേരള നദുവത്തുൽ മുജാഹിദീനാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇതിൻ്റെ വേദികളിൽ ഞാൻ പ്രസംഗിക്കുന്നത്. നിരീശ്വരവാദമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിലും ഭേദമെന്ന്
ഇസ്ലാം എന്ന പേര് ചേർക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ അടുത്തൊരു ബന്ധു എന്നോട് പറയുകയുണ്ടായി, എന്നാൽ അന്നും ഇന്നും എൻ്റെ തീരുമാനം തെറ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ച് ആ സത്യത്തിൻ്റെ മുഖം എനിക്ക് കാണിച്ചു തന്നതിൽ ഈ പ്രസ്ഥാനത്തോട് ഒരുപാട് കടപ്പാട് എനിക്കുണ്ട്. ഒരു വർഷത്തിന് മുൻപ് കുവൈത്തിൽ ഒരു ഹോട്ടൽ മുറിയിൽ AP അബ്ദുൽ ഖാദർ മൗലവിയും ഞാനും ഇരിക്കുമ്പോൾ അതിലേക്ക് കടന്നു വന്നൊരു തൊഴിലാളി മൗലവി മതപരമായൊരു വിഷയം സംസാരിച്ചപ്പോൾ ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. കേരള നദുവത്തുൽ മുജാഹിദിന്റെ സെക്രട്ടറിയായ എന്നോട് തെളിവ് ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്തവകാശമെന്ന് പറഞ്ഞുകൊണ്ട് മൗലവി അയാൾക്ക് നേരെ കയർത്തില്ല. ഒരു പണ്ഡിതനായി എന്നോട് ചോദിക്കുവാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വഴക്ക് പറഞ്ഞില്ല, മറുപടി പറഞ്ഞു കൊടുത്തു. ഒട്ടേറെ സംവാദങ്ങളിൽ ഭൗതിക മോഹങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആനിക പ്രവാചക കൽപ്പനകൾ വളച്ചോടിച്ച സുന്നി മുസ്ലിയാക്കളുടെ വക്രത നിറഞ്ഞ വാക്കുകളിൽ നിന്നും തൗഹീദിന്റെ സത്യത്തിന്റെ മുഖം വെളിപ്പെടുത്തുവാൻ മഹത്തായ സംഭാവന നൽകിയ സമുന്നതനായ ഒരു നേതാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുവാൻ ഒരു സാധാരണ തൊഴിലാളിക്ക് സാധിച്ചത്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അങ്ങനെയാണ് പ്രവർത്തകരെ വാർത്തെടുത്തിരിക്കുന്നത്. ഏതൊരു പണ്ഡിതന്റെയും നേതാവിന്റെയും മുഖത്ത് നോക്കി ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുവാനും ഒരു സത്യവിശ്വാസിയുടെ തൊണ്ട ഇടറേണ്ടതും നെഞ്ചുരുകേണ്ടതും നട്ടൽ വളയേണ്ടതും കാൽമുട്ടുകൾ വിറക്കേണ്ടതും ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെയോ സമുദായ പ്രമാണിമാരുടെയോ മുൻപിലല്ല, മറിച്ച് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ മുൻപിൽ മാത്രമാണെന്ന് ഉത്ബോധിപ്പിച്ച മഹത്തായ പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വാർത്തെടുത്ത സമൂഹത്തിൽ മക്ബറകളും ഖബറുകളും തങ്ങന്മാരും ജിന്നുമമാരും ഇല്ല എന്ന് ഉത്ബോധിപ്പിച്ച പ്രസ്ഥാനം ഊതിക്കെട്ടുവാനും എഴുതി കുടിക്കുവാനും മയ്യത്തിന്റെ തലഭാഗത്തിരുന്ന് നീട്ടി ഓതുവാനുമുള്ള മന്ത്രതന്ത്രങ്ങളായിട്ട് പൂജിക്കുവാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ എന്നുത്ബോധിപ്പിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും വിഭൂതികളുടെ